നമസ്കാരം. ഒരുപക്ഷെ ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയൊരു വിലാപയാത്ര, അതല്ലെങ്കിൽ ഏറ്റവും അധികം പേർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ഒരു ചടങ്ങായി മാറി ആ അമ്മയുടെയും രണ്ട് മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി അവരുടെ തടവറയിൽ വെച്ച് കൊല്ലപ്പെട്ട ഷിരി ബിബാസ്, അവരുടെ മക്കളായ കെഫിർ, ഏരിയൽ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടന്നത്. സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും പ്രവേശനമില്ലായിരുന്നു എങ്കിലും വലിയൊരു വിലാപയാത്രയായിട്ടാണ് ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടമായിരിക്കാം ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇന്ന് അവിടെ എത്തിയിരുന്നത്. ഇവരോടുള്ള ആദര സൂചകമായി പാർലമെൻറ്റിലും ഇന്ന് 1 മിനിറ്റ് അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, കുട്ടികളോടുള്ള ആദര സൂചകമായി എല്ലായിടങ്ങളിലും ഓറഞ്ച് നിറത്തിലുള്ള വിവിധ വസ്തുക്കൾ അവർ അവിടെ വെച്ചിരുന്നു. അങ്ങനെ ഈ പിഞ്ചോനകൾക്ക് ഒരു രാജ്യം തന്നെ യാത്രയപ്പ് നൽകുകയായിരുന്നു, ഒപ്പം അവരുടെ അമ്മയ്ക്കും. ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആ രാജ്യം ഒരുപക്ഷെ ഒന്നടങ്കം പ്രാർത്ഥിച്ചത് ഈ 2 കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയായിരിക്കാം. ഒപ്പം അവരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇവരുടെ അച്ഛനായ യർദേനെ ഈയിടെയാണ് ഹമാസ് തീവ്രവാദികൾ മോചിപ്പിച്ചത്. തട്ടിക്കൊണ്ടു പോകുമ്പോൾ കെഫിറിന് 9 മാസവും ഏരിയലിന് 4 വയസ്സുമായിരുന്നു പ്രായം. അവരുടെ അമ്മയെ ഷിരിക്കാകട്ടെ 33 വയസ്സും. 2023 നവംബറിൽ ഹമാസ് തീവ്രവാദികൾ വെളിപ്പെടുത്തിയത് ഇവർ കൊല്ലപ്പെട്ടു എന്നാണ്. എന്നാൽ പിന്നീട് ബന്ദികളെ വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരുടെ ചിത്രങ്ങളും പേരുമെല്ലാം ഉണ്ടായിരുന്നത് ബന്ധുക്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു. ഇവരെ ഒരുമിച്ചാണ് 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത്. എന്നാൽ കുട്ടികളുടെ അച്ഛനായ യർദേനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. യർദേൻ മോചിപ്പിക്കപ്പെടുമ്പോഴും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ദുർവിധിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. പിന്നീട് ഇവരെ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽ ഇവരുടെ പേര് കണ്ടപ്പോൾ ഏറെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്നാണ് ഈ കുട്ടികളും അമ്മയും കൊല്ലപ്പെട്ടതായി ഇവർ വെളിപ്പെടുത്തിയത്. ഹമാസ് അന്ന് പറഞ്ഞത് ഇവർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. എന്നാൽ പിന്നീട് ഇവരുടെ മൃതദേഹ പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇവർ 3 പേരും കൊല്ലപ്പെട്ടത് എന്നാണ്. 2 കുഞ്ഞുങ്ങളെയും കഴുത്ത് ഞെരിച്ചാണ് ഹമാസ് തീവ്രവാദികൾ കൊന്നത് എന്നാണ് പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അമ്മയെയും അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് ഇവർ കൊന്നത് എന്നാണ് വിദഗ്ധന്മാർ കണ്ടെത്തിയത്. ഇതോടെ ഹമാസിൻ്റെ മറ്റൊരു കള്ളം കൂടി പൊളിയുകയായിരുന്നു. ഐക്യരാഷ്ട്ര സഭയിലെ രക്ഷാസമിതിയിൽ പോലും ഇസ്രായേലിൻ്റെ അംബാസഡർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഈ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയുമില്ലേ എന്ന് പോലും അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നു. നിങ്ങൾ ഗാസയിലെ കുട്ടികളുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ, ഞങ്ങളുടെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരേക്ക് അന്ന് ഉന്നയിച്ചിരുന്നത്. ഏതായാലും എല്ലാ പ്രതീക്ഷകളും വിഫലമാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇവർ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചത്. ശരിക്കും ഇസ്രായേൽ കരയുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രത്തോളം വികാരനിർഭരമായിരുന്നു അവിടെ കണ്ട കാഴ്ചകൾ. ഇന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ സംസ്കാരത്തിനായി കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ വലിയ തോതിലുള്ള ജനസമൂഹമാണ് റോഡിൻ്റെ ഇരുവശവും തിങ്ങിക്കൂടിയിരുന്നത്. അവരെല്ലാവരും ഈ കുട്ടികളുടെയും അമ്മയുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ഉള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. പലരും, സ്ത്രീകളൊക്കെ നിറകണ്ണുകളോടുണ്ട് കരഞ്ഞുകൊണ്ടാണ് അവർക്ക് യാത്രാമൊഴി നൽകിയത്. ഒരു രാജ്യം ഒന്നടങ്കം, അതല്ലെങ്കിൽ ലോകത്തെ എത്രയോ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങൾ ഇവർക്ക് മനസ്സുകൊണ്ടെങ്കിലും ആദരാഞ്ജലി അർപ്പിച്ച് കാണും. തീവ്രവാദി സംഘടനകൾ തട്ടിക്കൊണ്ടുപോയതിൽ ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദികളും ഈ 2 കുഞ്ഞുങ്ങളും തന്നെ ആയിരുന്നിരിക്കാം. അവരുടെ പിതാവ് യർദേൻ ഇന്ന് അവരെക്കുറിച്ച് നടത്തിയ വളരെ വികാര നിർഭരമായ പ്രസംഗത്തിലും അദ്ദേഹം തൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ കുസൃതികളെക്കുറിച്ചുമൊക്കെ തന്നെ പറയുന്നുണ്ട്. വളരെ സംതൃപ്തമായ ഒരു കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ശരിക്കും ഇവരുടെ വീടിനുള്ളിൽ വളരെ സുരക്ഷിതമായി കഴിയാനുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു അറ ഉണ്ടായിരുന്നു. അതിനകത്ത് വേണമെങ്കിൽ അവർക്ക് ഒളിച്ചിരിക്കാമായിരുന്നു. എന്നാൽ തൻ്റെ കുടുംബത്തെ ആക്രമിക്കുമല്ലോ എന്ന് കരുതിയാണ് യർദേൻ പുറത്തേക്ക് വന്നത്. അങ്ങനെ പക്ഷേ തീവ്രവാദികളാകട്ടെ, മനുഷ്യത്വം തൊട്ടുകണ്ടിട്ടില്ലാത്ത ഹമാസ് ഭീകരർ എല്ലാവരെയും ഒരുമിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 2 കുഞ്ഞുങ്ങളെയും അമ്മയും ബലമായി വാനിലേക്ക് വലിച്ചു കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പിന്നീട് അവർ തന്നെ പുറത്ത് വിട്ടിരുന്നു. തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച ആ അമ്മയുടെ കരയുന്ന ചിത്രം ലോക മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഏതായാലും ഇന്ന് അവർക്ക് അവരുടെ തന്നെ നാട്ടിൽ മാന്യമായ രീതിയിൽ അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്ത് ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. തീവ്രവാദ അതിക്രമങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇതൊരു വേറിട്ട സംഭവമായി തന്നെ നിൽക്കാനാണ് സാധ്യത. 2 കുഞ്ഞുങ്ങളെയും അമ്മയെയും കൊണ്ടുപോയി അതിക്രൂരമായി കൊല്ലുക,
എന്നിട്ട് അതിൻ്റെ പേരിലും കള്ളം പറയുക, ഷിരിയുടെ മൃതദേഹം എന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കൊടുത്തയക്കുക തുടങ്ങിയിട്ടുള്ള സകല വൃത്തികേടുകളും ഹമാസ് തീവ്രവാദികൾ കാട്ടിക്കൂട്ടിയെങ്കിലും ഒടുവിൽ അവർക്ക് ശരിയായ മൃതദേഹം തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ മൃതദേഹ പരിശോധനയിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ബോംബാക്രമണത്തിലല്ല ഷിരി കൊല്ലപ്പെട്ടത്, അതിക്രൂരമായ രീതിയിൽ മർദ്ദനവും ഏൽപ്പിച്ച് തന്നെയാണ് അവരെയും കൊന്നത് എന്നാണ്. ഏതായാലും ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. അവരാരും പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മുഖം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്പമെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ അവരാരും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഒരിക്കലും പിന്തുണയ്ക്കില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതിനെന്ത് പിഴച്ചു എന്ന് സ്വാഭാവികം നമ്മൾ ചോദിക്കേണ്ടി വരും. ഹമാസിൻ്റെ പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്ന ഇരട്ടപ്പേരുകൾ എത്ര അന്വർത്ഥമാണ് എന്നിപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിച്ചിരുന്നത് പോലെ പലർക്കും ഇത്തരത്തിലുള്ള പേരുകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇവർ ക്രൂരതയുടെ അമൂർത്തി ഭാവമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഏതായാലും ഏരിയലിനും കഫീറിനും അവരുടെ അമ്മ ഷിരിക്കുമെല്ലാം നമുക്കും നിത്യശാന്തി നേരാം.